ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല. പക്ഷേ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നവംബർ 5-നാണ് നിലവിലെ ജാർഖണ്ഡ് നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. 81 അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലേത്. JMM തലവൻ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായിരിക്കെ ED അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനാൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ എല്ലാം കണ്ണ് ജാർഖണ്ഡിലാണ്. ഹേമന്ത് സോറന് പകരം ചമ്പൈ സോറനാണ് നിലവിലെ മുഖ്യമന്ത്രി. BJPക്ക് കനത്ത വേരോട്ടമുണ്ടായിരുന്ന മണ്ണായിരുന്നു ജാർഖണ്ഡിലേത്. ഹേമന്ത് സോറന്റെ അറസ്റ്റും ഒപ്പം പുതിയ സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യമാണ് NDA നേരിടുന്നത്. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 14 സീറ്റിൽ 11 നേടിയത് BJP ആയിരുന്നു. കോൺഗ്രസ് 1-ഉം JMM 1-ഉം ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 1 സീറ്റും നേടിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JMM ഉൾപ്പെട്ട UPA 47 സീറ്റ് നേടി അധികാരം പിടിച്ചു. BJPക്ക് അന്ന് ലഭിച്ചത് 25 സീറ്റുകളാണ്. JMM 30 സീറ്റുകളും കോൺഗ്രസ് 16 സീറ്റുകളും RJD 1 സീറ്റും നേടി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാനായില്ല. BJP 8 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ JMM കഴിഞ്ഞ തവണത്തെ 1 സീറ്റ് 3 ആക്കി ഉയർത്തി. കോൺഗ്രസും 1 സീറ്റ് നേട്ടം 2 ആക്കി ഉയർത്തി. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 1 സീറ്റ് നിലനിർത്തുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്ത 5 സീറ്റിലും BJP ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ഹേമന്ത് സോറന്റെ അറസ്റ്റാണ് BJPക്ക് തിരിച്ചടിയായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള JMM കോൺഗ്രസ് സഖ്യം 2019 അധികാരത്തിലെത്തിയതിനു ശേഷം സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രിയും സന്താളുമായ ബാബുലാൽ മറാണ്ടിയെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവന്നത് BJP ശ്രദ്ധ നേടിയിരുന്നു. പക്ഷേ ഒരു ആദിവാസി മുഖ്യമന്ത്രിയെ ജയിലിലേക്ക് അയച്ചെന്ന പ്രചാരണം തടയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആയില്ല. ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ നടത്തിയ പ്രചാരണത്തിൽ രാജ്മഹൽ, ദുംക, സിംഹൂം എന്നീ 3 സീറ്റുകളിൽ JMM വിജയിച്ചു. BJPയോടുള്ള ജനരോക്ഷമാണ് ലോക്സഭാ ഫലങ്ങളിൽ പ്രതിഫലിച്ചത്. ഖുന്തിയിൽ അർജുൻ മുണ്ട കോൺഗ്രസിന്റെ കാളി ചരൺ മുണ്ടയോട് 1.5 ലക്ഷം വോട്ടിന് തോറ്റത് ഇതിനുദാഹരണമാണ്. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ BJPക്ക് 7% കുറവുണ്ടായപ്പോൾ JMM-ഉം കോൺഗ്രസും 4% വീതം വർദ്ധിപ്പിച്ചു. ലോക്സഭയിലേക്ക് BJP AJSU സഖ്യത്തിനെതിരെ പ്രതിപക്ഷത്ത് കോൺഗ്രസ്, JMM, RJD, CPI, ML എന്നീ 4 പാർട്ടികളുടെ സഖ്യം രൂപീകരിച്ചു. കോൺഗ്രസ് 7-ഉം JMM 5-ഉം RJD, CPI, ML എന്നിവർ ഒരിടത്തും മത്സരിച്ചു. ഇതിൽ JMM 3-ലും കോൺഗ്രസ് 2 സീറ്റിലും വിജയിച്ചു. BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിന് നേട്ടം കൊയ്യാം. യുവകുർമി നേതാവായ ജയറാൻ മഹത്തോയുടെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡി ഭാഷാ ഖത്തിയാൻ സംഘർഷ് സമിതി ഇത്തവണ ശ്രദ്ധേയ സാന്നിധ്യമായേക്കും. ഒരു ലോക്സഭാ സീറ്റിൽ പോലും വിജയിച്ചില്ലെങ്കിലും ഗിരിദിഹ് ഉൾപ്പെടെയുള്ള സീറ്റുകളിലുടനീളം മികച്ച വോട്ടുകൾ നേടാൻ JBKSSന് സാധിച്ചു. JMM-നും AJSU-നും ശേഷം താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന JBKSS നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനാണ് സാധ്യത. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.